ഹൂതീസ് വേഴ്സസ് ഇസ്രായേൽ. ഈ ഒരു പ്രശ്നം അത്ര പെട്ടെന്ന് അവസാനിക്കാൻ പോകുന്നില്ല. കാരണം നമ്മൾ ഇതിനെക്കുറിച്ച് പലതവണ സംസാരിച്ചിട്ടുണ്ട്. ഹൂത്തികളുടെ ആയുധശേഖരത്തിലുള്ള മിസൈൽസ് ഇസ്രായേലിനെ ലക്ഷ്യം വയ്ക്കും തോറും, അല്ലെങ്കിൽ ഇസ്രായേൽ ഹൂത്തികളുടെ പോർട്ടിനെ ആക്രമിക്കും തോറും ഈ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഈ സംഘർഷത്തിന്റെ ഏറ്റവും വലിയൊരു ഘട്ടം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഒരാഴ്ചയായി സെന വിമാനത്താവളത്തിൽ ഇസ്രായേൽ അവരുടെ വ്യോമാക്രമണം നടത്തി വരികയാണ്. യമൻ എയർലൈൻസിന്റെ എല്ലാ വിമാനങ്ങളും പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് വന്നിരുന്നു. ഇതിന് ഉടൻ തന്നെ ഹൂത്തികളുടെ പക്കൽ നിന്നും ഒരു മറുപടി വന്നു. നിങ്ങൾ ചെയ്തത് ഒരു വലിയ തെറ്റാണ്. ഞങ്ങളെ ആക്രമിക്കണമെന്നുള്ള ചിന്തയിൽ ഇവിടെ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന സഹായം, കൂടാതെ മറ്റ് രാജ്യങ്ങളുടെ പക്കൽ നിന്ന് യമൻ ജനങ്ങൾക്ക് ലഭിക്കുന്ന സഹായവും നിങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേദനിക്കുന്ന സ്ഥലത്ത് ആക്രമിക്കാൻ ഞങ്ങൾക്കും അറിയാം. നിങ്ങളുടെ ഒഫീഷ്യൽ ഇസ്രായേൽ എയർലൈൻസിനെ ഞങ്ങളെ കൊണ്ട് ആക്രമിക്കാൻ സാധിക്കും, ആക്രമിക്കും. അവിടെയുള്ള വിമാനങ്ങളെ വീഴ്ത്തും, നശിപ്പിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പും നൽകി. മുന്നറിയിപ്പ് എന്ന് പറയുന്നതിനേക്കാൾ ഒരു ശപഥം പോലെയായിരുന്നു അവരത് പറഞ്ഞത്. വീണ്ടും ഇന്ന് വന്നിരിക്കുന്ന വാർത്ത അനുസരിച്ച് നോക്കിയാൽ ഒരു വിമാനം ഒരു പക്ഷേ യമൻ ആക്രമിച്ചിട്ടുണ്ടാകാം എന്നാണ്. അതായത് ഇന്നലെ രാത്രിയും അതിനു മുൻപുള്ള ദിവസവും ബെൻഗുരിയൻ വിമാനത്താവളത്തിൽ ആഘാതം സൃഷ്ടിച്ചതായി ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതേസമയം ഹൂത്തികളുടെ അവകാശവാദം എന്നത് ഞങ്ങൾ ഒരു വിമാനത്തെ ആക്രമിച്ചുവെന്നാണ്. അപ്പോൾ ഇവയെക്കുറിച്ചാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഇതിൽ ഒരുപാട് മിസ്ഇൻഫർമേഷൻസും നമ്മൾ വെരിഫൈ ചെയ്യാൻ പോവുകയാണ്. എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. സന എയർപോർട്ട് ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള യമന്റെ ഇന്റർനാഷണൽ വിമാനത്താവളം. എന്നാൽ ഈ എയർപോർട്ടിൽ പ്രവർത്തിക്കുന്ന എല്ലാ വിമാനങ്ങളും, അല്ലെങ്കിൽ യമൻ എയർലൈൻസ് എന്നത് പൂർണ്ണമായും ഹൂത്തികളുടെ നിയന്ത്രണത്തിലല്ല ഉള്ളത്. കാരണം അവിടെയുള്ള കൂടുതൽ വിമാനങ്ങളെയും നിയന്ത്രിക്കുന്നത്, അത് സംബന്ധിക്കുന്ന ഓപ്പറേഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് യമന്റെ ഗവൺമെന്റ് ഫോഴ്സസ് ആണ്, അല്ലെങ്കിൽ അവർക്ക് കീഴിലുള്ള അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇതിൽ 41% സൗദി അറേബ്യയുടെ ഉടമസ്ഥതയിലാണുള്ളത്. അവരുടെ സഹായത്തോടു കൂടിയാണ് ഈ വിമാനങ്ങളെല്ലാം അവിടെ പ്രവർത്തിക്കുന്നത്. ഈ എയർപോർട്ട് പൂർണ്ണമായും ഹൂത്തികളുടെ സ്വന്തം, അല്ലെങ്കിൽ അവർ നിയന്ത്രിക്കുന്ന ഒന്നാണെന്ന് പറഞ്ഞാൽ പോലും ഈ എയർലൈൻസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും എയർലൈൻസിൽ നിന്നും വരുന്ന ഒരു ചെറിയ വിഹിതം, ഒരു ഷെയർ മാത്രമാണ് ഇവരിലേക്ക് പോകുന്നത്. അതല്ലാതെ പൂർണ്ണമായും ഇത് അവരുടെ ഒരു വ്യോമസേനയല്ല. ഇതാദ്യം ക്ലാരിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഹൂത്തികൾക്ക് പ്രത്യേകം കൊമേഴ്ഷ്യൽ എയർലൈൻസ് ഒന്നും തന്നെ ഇല്ല. അവർക്ക് ഏതൊരു കൊമേഴ്ഷ്യൽ എയർലൈൻസ് കമ്പനികളുമില്ല. പക്ഷെ ഇതിലൂടെ ലഭിക്കുന്ന ഒരു ലാഭമുണ്ട്. ഇതുവഴി യാത്രക്കാരെ യാത്ര ചെയ്യിപ്പിക്കാനുള്ള അനുവാദം, ഈ വിമാനങ്ങൾ വഴി വരുന്ന വരുമാനം, ഇതൊക്കെ ഹൂത്തികൾക്ക് അധികമായിരുന്നു. ഇവിടെ വരുന്ന കാർഗോ കണ്ടെയ്നേഴ്സ് വഴി, വിമാനങ്ങളിൽ നിന്നും ഇറങ്ങുന്ന കാർഗോ കണ്ടെയ്നേഴ്സ് വഴി ധാരാളം വരുമാനം, ഇവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ, ഇവയെല്ലാം ഇറാന്റെ പക്കൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊരു ഡ്രൈ പോർട്ടായിട്ടായിരുന്നു അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഡ്രൈ പോർട്ട് എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ കാര്യമാണ്. സീ പോർട്ട് എന്നത് കപ്പലുകളെ വെച്ച് പ്രവർത്തിക്കുന്ന ഒരു തുറമുഖം. അവിടെ കപ്പലുകളിൽ നിന്നും കണ്ടെയ്നർ കൊണ്ടുവന്ന് അവിടെ ഷിപ്മെന്റിന് വേണ്ടി ഉപയോഗിക്കും. അതുപോലെ റെയിൽ നെറ്റ്വർക്കിൽ നിന്നും എയർലൈൻസിൽ നിന്നും വഴി വരുന്ന കണ്ടെയ്നേഴ്സ്, ആ കാർഗോസ് കൊണ്ടുവന്ന് നിർത്തുന്നതിനെ ഡ്രൈ പോർട്ട് എന്നാണ് വിളിക്കുന്നത്. സന എയർപോർട്ട് എന്നതും ഒരു മിനി ഡ്രൈ പോർട്ടായിട്ടായിരുന്നു ഹൂത്തീസ് റൺ ചെയ്തുകൊണ്ടിരുന്നത്. ഈ സമയത്ത് ഗാസയെ പിന്തുണയ്ക്കുന്ന രീതിയിൽ ഇസ്രായേലിലേക്ക് മിസൈൽ സ്ട്രൈക്ക് ചെയ്യും. അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളിൽ അവരുടെ മിസൈൽ സ്ട്രൈക്ക് ചെയ്യുക, ഡ്രോൺ സ്ട്രൈക്ക് നടത്തുക. ഇങ്ങനെ ഹൂത്തികൾ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒരു വലിയ തലവേദന തന്നെ നൽകിക്കൊണ്ടിരുന്നു. അപ്പോഴായിരുന്നു ഇസ്രായേൽ ഹൂത്തികളുടെ പോർട്ടിനെ ആക്രമിച്ചത്. ഈ സന എയർപോർട്ടിനെയും ആക്രമിച്ചു. ഇതിന് തിരികെ ഒരു പ്രതികാരം വീട്ടുന്ന രീതിയിൽ ഇസ്രായേലിന്റെ ബെൻഗുരിയൻ എയർപോർട്ട്, ആ ടെർമിനൽ 2-ൽ പുറത്തേക്ക് വരുന്ന ഭാഗത്ത് ഒരു മിസൈൽ ഇമ്പാക്ട് സൃഷ്ടിക്കുകയും ഹൂത്തികൾ അപ്പോൾ തന്നെ ഒരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇപ്പോൾ ഇസ്രായേലിനുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്നത് അവരുടെ ഹുദൈദ തുറമുഖത്തെ പൂർണ്ണമായും നശിപ്പിക്കാൻ സാധിക്കില്ല. കാരണം ആയിരക്കണക്കിന് ഏക്കർ വിസ്തൃതിയുള്ള ഒരു സ്ഥലമാണത്. ചെറിയ ചെറിയ ഘടകമായി അതിനെ നശിപ്പിക്കാൻ കഴിയും, എന്നാൽ പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അത് നശിപ്പിക്കാൻ സമയമെടുക്കും. ഇത് ഇസ്രായേലിന് നന്നായി അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു വസ്തുതയാണ്. അപ്പോൾ ഈ ഒരു വിമാനത്താവളത്തെ പൂർണ്ണമായും നശിപ്പിക്കണം. പക്ഷെ ഇതിന് പിന്നിൽ അന്താരാഷ്ട്ര സമൂഹം ഇസ്രായേലിന്മേൽ ഒരു വലിയ സമ്മർദ്ദം ചെലുത്തേണ്ടതായിരുന്നു. പക്ഷെ ആരും അത് ചെയ്തില്ല. കാരണം ഈ ഒരു വിമാനത്താവളത്തെ പല സമയങ്ങളിലും സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു. ജോർദാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്നും ഈ ആഭ്യന്തര യുദ്ധം കാരണം ബാധിക്കപ്പെട്ട യമൻ ജനങ്ങൾക്ക് ഒരുപാട് മെഡിക്കൽ എയ്ഡ് സഹായം ഈ ഒരു വിമാനത്താവളം വഴി കൊണ്ടുവരികയും അവിടെ വെച്ച് വിതരണം ചെയ്യുകയും ചെയ്തു.
എന്നാൽ യമനിലുള്ള ഹൂത്തി വിമതരെ കാരണമായി കാണിച്ച് കഴിഞ്ഞ ഒരാഴ്ചയായി വീണ്ടും അവിടെ അതിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മാസം 22-ൽ ആരംഭിച്ച ഈ ഒരു ആക്രമണം ജൂൺ മാസം 29-നായിരുന്നു അവസാനിച്ചത്. ഈ ആക്രമണത്തിന്റെ അവസാനം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഓപ്പറേഷനിലായി 5 യാത്രാ വിമാനവും 1 കാർഗോ വിമാനവും ഉണ്ടായിരുന്നു. യമൻ എയർലൈൻസിന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന വിമാനങ്ങൾ, ഇതിൽ 6 വിമാനങ്ങൾ പൂർണ്ണമായും നിർവീര്യമാക്കി. അവസാനമായി ഉണ്ടായിരുന്ന ഒരു വിമാനം അതിനെയും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നശിപ്പിച്ചു. ഇസ്രായേലിന്റെ ഡിഫൻസ് മിനിസ്ട്രി തന്നെ ഇതിനെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞു. ഹൂത്തികൾ ഇസ്രായേലിനെതിരായ സ്ട്രൈക്സ് വീണ്ടും ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്ത് മറുപടി നൽകാൻ കഴിയുമെന്നുള്ളത് ഞങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. ഈ ചെറിയ ഇമ്പാക്റ്റിലൂടെ ഞങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. വീണ്ടും ഞങ്ങളുടെ പ്രധാനപ്പെട്ട സ്ട്രൈക്കൊന്നും ഇവിടെ നടത്തിയിട്ടില്ല. ആ വലിയ സ്ട്രൈക്ക് നടത്താൻ നിങ്ങൾ ഒരിക്കലും ഇസ്രായേലിനെ പുഷ് ചെയ്യരുത്. ഇങ്ങനൊരു പ്രസ്താവനയായിരുന്നു നൽകിയത്. അതായത് അവർ ഉദ്ദേശിച്ചത് ഇതിനുശേഷവും നിങ്ങൾക്ക് ആക്രമിക്കണമെങ്കിൽ ആക്രമിക്കാം, പക്ഷേ ഞങ്ങൾ തിരികെ ആക്രമിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെല്ലാം ചെറിയ ആക്രമണങ്ങൾ മാത്രമാണ്. ഇതിനേക്കാൾ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും എന്ന രീതിയിൽ ഒരു ഭീഷണി സ്വരത്തിലായിരുന്നു പറഞ്ഞത്. എന്നാൽ ഹൂത്തികളുടെ പ്രതികരണം ഇതിനെങ്ങനെയായിരുന്നുവെന്ന് അറിയണ്ടേ? കഴിഞ്ഞ രാത്രിയിൽ ഒരു വീഡിയോ മെസ്സേജ് പുറത്തു വരുന്നു. ഹൂത്തികളുടെ സ്പോക്സ് പേഴ്സൺ ഒരു കാര്യം പറഞ്ഞു. ഇസ്രായേൽ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിക്കുന്നതുവരെയും, അല്ലെങ്കിൽ ഹൂത്തികളെ കാരണമായി കാണിച്ച് യമൻ ജനങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ അവസാനിപ്പിക്കാതിരിക്കുന്നിടത്തോളം ഞങ്ങളുടെ ഈ ഒരു പ്രവൃത്തി, ഈ ഒരു ആക്രമണ രീതി ഒരിക്കലും അവസാനിപ്പിക്കാൻ പോകുന്നില്ല. കഴിഞ്ഞ 24 മണിക്കൂറിൽ ഞങ്ങൾ 2 ഹൈപ്പർസോണിക് മിസൈൽസ് ഇസ്രായേലിലേക്ക് അയച്ചു. അവ രണ്ടും ബെൻഗുരിയൻ വിമാനത്താവളത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. മെയ് 29, 30 ഈ 2 രാത്രിയിലും ഞങ്ങൾ അത് ചെയ്തു. ഇസ്രായേലിന്റെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളത്തെ ഏറ്റവും സുരക്ഷിതമല്ലാത്ത ഒരു വിമാനത്താവളമാക്കി ഞങ്ങൾ മാറ്റിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അതുമാത്രമല്ല, ഈ ഒരു ഹൈപ്പർസോണിക് മിസൈലിന്റെ ഇമ്പാക്റ്റിൽ ഒരു വിമാനത്തെ ഞങ്ങൾ നശിപ്പിച്ചു. ഇസ്രായേൽ എയർലൈൻസിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കൊമേഴ്ഷ്യൽ വിമാനം ഇപ്പോൾ പൂർണ്ണമായും ബേണായി. യമനിലുള്ള ഞങ്ങളെ നിങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എയർപോർട്ടിനെ തന്നെ ഔട്ട് ഓഫ് സർവീസിലേക്ക് കൊണ്ടുപോകേണ്ട തരത്തിൽ ഞങ്ങളെ കൊണ്ട് ഒരു സ്ട്രൈക്ക് നടത്താൻ കഴിയും എന്ന് അദ്ദേഹം വീണ്ടും പറഞ്ഞു. ഇങ്ങനെയായിരുന്നു ഒരു വീഡിയോ പുറത്തിറക്കിയത്. പക്ഷേ ഞാൻ വീണ്ടും പറയുകയാണ്, ഇസ്രായേലിന്റെ വിമാനം അവിടെ കത്തി നശിച്ചതുപോലുള്ള ഫോട്ടോസോ വീഡിയോസോ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അവരുടെ എയർപോർട്ട് ഒരു 3-4 മണിക്കൂറോളം സേവനം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടന്നത്. അതേസമയം ഹൂത്തികൾ വിക്ഷേപിച്ച ഈ ബാലിസ്റ്റിക് മിസൈലിനെ ഞങ്ങൾ ഇന്റർസെപ്റ്റ് ചെയ്തു എന്നും ഇസ്രായേൽ ഒരു ക്ലെയിം നടത്തി. പക്ഷേ അവിടെ ഒരു ഇമ്പാക്റ്റ് സൃഷ്ടിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. അവശിഷ്ടങ്ങൾ കാരണം ഒരു ഇമ്പാക്റ്റ് ഉണ്ടായെന്ന് ഇസ്രായേൽ പറയുന്നുണ്ട്. എന്നാൽ അവിടെയുള്ള ഇമേജസ് കാണുമ്പോൾ, ആ പാനിക് മോഡ് കാണുമ്പോൾ ഈ അവശിഷ്ടങ്ങൾ കാരണം മാത്രം അവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായതുപോലെ തോന്നുന്നില്ല. അപ്പോൾ എന്തോ ഒന്ന് രാത്രി സംഭവിച്ചിട്ടുണ്ട്. ഹൂത്തികൾ പറയുന്നത് പോലെ പൂർണ്ണമായും ഒരു എയർലൈൻസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവർക്ക് ആ വിമാനത്താവളത്തിൽ തീർച്ചയായും ഏതൊരു സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു എയർലൈൻസിനെ ഹൂത്തികൾ ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇസ്രായേലിന്റെ വലിയൊരു പ്രതികാരാക്രമണത്തിന് ഹൂത്തികൾ ഇപ്പോൾ തന്നെ തയ്യാറാകുമായിരുന്നു. അടുത്ത ഹൂത്തികൾ അവസാനമായി പറഞ്ഞത്, ഈ ലോകത്തിലെ തന്നെ ഏറ്റവും പട്ടിണിയുള്ള ഒരു മേഖലയായി ഗാസ മാറിക്കൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര സമൂഹം ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. അടുത്തിടെ ഒരു വെടിനിർത്തൽ കൊണ്ടുവന്നു, പക്ഷെ അത് ഫലപ്രദമാണോ, അതിനെ ഫോളോ ചെയ്യുമോ, യാതൊരു ഉറപ്പ് പോലും ഇല്ല. എപ്പോൾ വേണമെങ്കിലും അവിടെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ ഈ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി എന്നാണോ ഗാസയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നത്, അല്ലെങ്കിൽ ഗാസ ജനങ്ങൾക്ക് വേണ്ടി അവർ എന്നാണോ സഹായം ചെയ്യാൻ സ്വരമുയർത്താൻ മുന്നിലേക്ക് വരുന്നത്, അന്ന് വരെയും ഞങ്ങൾ ഗാസയെ പിന്തുണയ്ക്കും എന്ന് പറഞ്ഞ് ആ ഒരു വീഡിയോ അവസാനിപ്പിച്ചു. അപ്പോൾ ഇവരുടെ ഈ അവകാശവാദം അനുസരിച്ച് ഒരു വിമാനത്തെ ന്യൂട്രലൈസ് ചെയ്തു, താഴെ ഉണ്ടായിരുന്ന ഒരു കൊമേഴ്ഷ്യൽ എയർലൈൻസിനെ ആക്രമിച്ചുവെന്നും പറയുന്നു. ഇനി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെയും ഒരുപാട് സെൻസർഷിപ്പ് ഉണ്ട്. അവരുടെ സൈഡിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ പെട്ടെന്ന് ആരെക്കൊണ്ടും കവർ ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ അവിടെയുള്ള ഫൂട്ടേജസ് ഒന്നും അങ്ങനെ റിലീസ് ആകില്ല പെട്ടെന്നൊന്നും. അവിടെയുള്ളവർ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പോലും അത്ര പെട്ടെന്ന് അത് വീഡിയോ ആയോ അല്ലെങ്കിൽ ഇമേജസ് ആയോ ഓൺലൈനിൽ പബ്ലിഷ് ചെയ്യുകയില്ല. അത്രത്തോളം അവിടെ ചില നിയമങ്ങളും നിബന്ധനകളും ഉണ്ട്. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായി എന്ന് മനസ്സിലായി. അതിൽ വിമാനങ്ങൾ നശിച്ചോ ഇല്ലയോ എന്നുള്ളത് അറിയണമെങ്കിൽ ഒരു 2 ദിവസം എടുക്കും. അറിഞ്ഞ ഉടൻ തീർച്ചയായും നിങ്ങളത് അറിയിക്കുന്നതായിരിക്കും. ഗാസയെ സംബന്ധിച്ചിടത്തോളം ഹൂത്തികൾ പറഞ്ഞത് സത്യം തന്നെയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പട്ടിണിയും ദാരിദ്ര്യവും നിറഞ്ഞ ഒരു മേഖലയായി, ഇത് കാരണം ബാധിക്കപ്പെട്ട ഒരു മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഇതിനൊരു പരിഹാരം നൽകിയില്ലെങ്കിൽ അത് തീർച്ചയായും ഒരു ദുരന്തത്തിൽ തന്നെ ചെന്ന് അവസാനിക്കും. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.